ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഡാക്കിൻ്റെ വർക്കിൻ്റെ ഒരു രണ്ടാമത്തെ ദിവസമാണ് ഇപ്പോൾ. രണ്ടാമത്തെ ദിവസം നമ്മൾ കാണിക്കാൻ വന്ന ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്ക് പാനൽ നമ്മൾ ഒട്ടിച്ചെടുത്തു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ SR വെച്ചിട്ടാണ് ഒട്ടിച്ചത്. അപ്പോൾ നമുക്ക് അതായത് ബാക്കിലത്തെ സ്ക്രൂ ഒക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒന്ന് കറക്റ്റ് ആവാൻ വേണ്ടി ഞാൻ ഇതുപോലത്തെ ടാപ്പ് വെച്ചൊന്ന് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് റിമൂവ് ചെയ്ത് കളയുകയാണ്. പിന്നെ നമ്മളെ വീഡിയോയ്ക്ക് ക്ലാരിറ്റി കുറവാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൗണ്ട് വോളിയം കുറവാണെന്ന് പറയുന്നുണ്ടായിരുന്നു. ഈ ക്ലാരിറ്റി പിന്നെ സംഭവം എന്ന് വെച്ചാൽ എൻ്റെ റൂം ഉണ്ടല്ലോ, വളരെ ചെറിയ റൂമാണ്. എനിക്ക് പോയി ഇതിനകത്ത് നിൽക്കാൻ സ്ഥലമില്ല. അപ്പോൾ അത്രയും വല്ലാത്ത അവസ്ഥയിലാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഉള്ള സൗകര്യത്തിൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. കൂടെ തന്നെ സ്റ്റുഡിയോ സെറ്റപ്പ് ഒന്നും നമുക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സാമ്പത്തിക സ്ഥിതി ഇപ്പോൾ എനിക്കില്ല. അതുകൊണ്ടാണ് എപ്പോഴെങ്കിലും സാമ്പത്തികം വരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റുഡിയോ ഒക്കെ ചെയ്തിട്ട് നല്ല രീതിയിൽ വീഡിയോ ചെയ്യാം. ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥ ഇതാണ്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ നമ്മളെ ഡാക്കിൻ്റെ ഈ ഒരു വർക്ക് കഴിഞ്ഞപ്പോൾ ഈ ചാർജർ, അതായത് നമ്മുടെ പവർ സപ്ലൈ കിട്ടിയിട്ടില്ല. പറഞ്ഞിട്ടുണ്ട്, സാധനം കയ്യിൽ കിട്ടിയിട്ടില്ല. കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ഉടനെ തന്നെ റെഡിയാക്കാവുന്നതാണ്. കാര്യം ഇത് ഫുൾ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് പവർ സപ്ലൈ അത്യാവശ്യമാണ്. മീൻ വെല്ലെന്ന് പറഞ്ഞാൽ പവർ സപ്ലൈ ഉണ്ട്, റാസ്ബെറിക്ക് വേണ്ടി ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഞാനത് ഉപയോഗിച്ചിട്ട് എനിക്ക് എത്ര വലിയ സംഭവമായിട്ട് തോന്നിയിട്ടില്ല. അതിൽ വളരെ നല്ല രീതിയിലുള്ള നോയ്സ് വരുന്നുണ്ട്. അപ്പോൾ അത് പോയിട്ട് ഞാൻ ടെസ്റ്റർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ടെസ്റ്റർ നല്ല രീതിയിൽ കത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ പവർ സപ്ലൈ ഒഴിവാക്കി. ഞാൻ അത്യാവശ്യം വിലയുണ്ട്, 1800 രൂപയുടെ വിലയുണ്ട്. ഇതാകുമ്പം ഒരു 10-600 രൂപയ്ക്ക് ചാർജറും കിട്ടും. ഒരു 250 രൂപ കൊടുത്ത് ഞാൻ നല്ല അടിപൊളി കേബിളും കിട്ടും, ടൈപ്പ് സി കേബിൾ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് ഇത് വേറെ ഇഷ്യൂ ഒന്നും വന്നിട്ടില്ല. ഞാൻ ആ ചാർജർ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിൻ്റെ പുറകു വശത്തുള്ള ആ ഒരു ഗ്ലൂ ഒക്കെ വെച്ച് ഞാൻ ഒട്ടിച്ച് കറക്റ്റ് നല്ല ഫിനിഷിങ് വന്നിട്ടുണ്ട്. വേറെ ഇഷ്യൂ ഒന്നുമില്ല, കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ പുറകിൽ RC സോക്കറ്റൊക്കെ വെച്ച് പിടിപ്പിക്കാനുണ്ട്, പിന്നെ AC സോക്കറ്റ് വയ്ക്കാനുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് വർക്കുകളുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് RC സോക്കറ്റ് ഒന്ന് പിടിപ്പിക്കാം. പിന്നെ ഒരു AC സോക്കറ്റ് നമുക്ക് പിടിപ്പിക്കാനായിട്ടുണ്ട്. അത് ഞാൻ പിടിപ്പിച്ചിട്ട് അത് കാണിക്കാം. ഓക്കെ, നമുക്ക് ഫുള്ള് കാണിച്ചു കഴിഞ്ഞാൽ വളരെ ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. പല ആൾക്കാർക്ക് ബോറടിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളതൊന്ന് ഒഴിവാക്കുകയാണ്. നോക്കാൻ ഇവിടെ ബാക്കിൽ RC സോക്കറ്റ് വയ്ക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ RC സോക്കറ്റ്. നല്ല വിലയുള്ള RC സോക്കറ്റാണ്. 2 സോക്കറ്റുകളാണ് നമുക്ക് വരുന്നത്. ഈ 2 സോക്കറ്റുകൾക്കും കൂടെ ഏകദേശം 480 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇലക്ട്രോണിക്സ് കോംബ് എന്ന സൈറ്റാണ്, ആ സൈറ്റിൽ നിന്നാണ് നമ്മളിത് വാങ്ങിയിട്ടുള്ളത്. 400 ഈ കാണുന്ന പോലെ 480 രൂപയ്ക്കകത്തുള്ളൊരു പ്രൈസാണ് വരുന്നത്. നല്ല ഹൈ ക്വാളിറ്റിയാണ്. ഹൈ ക്വാളിറ്റി മീൻസ് നമ്മൾ കിട്ടാവുന്നതിൽ അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റിയാണ് ഇതിനകത്ത് വരുന്നത്. ഗോൾഡ് പ്ലേറ്റഡ് ആണെന്ന് കാണാൻ മനസ്സിലാവും. നല്ല ക്വാളിറ്റി ഉള്ളൊരു RC സോക്കറ്റാണ് നമുക്ക് ഇതിൻ്റെ പുറകിൽ യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം വിലയുള്ള സാധനങ്ങളാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. നമ്മുടെ RC സോക്കറ്റ് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഇവിടെ ലെഫ്റ്റ്, ഇവിടെ റൈറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്ത് അകത്ത് നിന്നാണ് നമ്മളത് സെറ്റ് ചെയ്ത് വയ്ക്കുന്നത്, അകത്ത് നിന്നാണ്. അപ്പോൾ നമുക്കതൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാം. നമ്മൾ ആ ഒരു 2 RC സോക്കറ്റ് ഇവിടെ പിടിപ്പിച്ച് വച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ റെഡ് കളറും ലെഫ്റ്റ് സൈഡിൽ ബ്ലാക്ക് കളറും വരുന്നത്. അത് ഇതിനകത്ത് അവർ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടെ അത് മാർക്ക് ചെയ്യും. ഇവിടെ 2 സൈഡും 2 സോക്കറ്റിനകത്ത് വൈറ്റ് കളറാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. സൈഡിൽ ഒരു റിങ് പോലെ അവർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും, ഇവിടെ ഒരു റിങ് പോലെ കൊടുത്തിട്ടുണ്ട്. അതാണ് റൈറ്റ് അവർ മാർക്ക് ചെയ്തിരിക്കുന്നത്. നമുക്കത് പെട്ടെന്ന് കൂടെ കുറച്ചുകൂടെ മനസ്സിലാക്കുന്നത് ഞാൻ ഇനി ഇതിനകം റെഡ് കളർ മാർക്കർ വെച്ച് റെഡ് കളർ മാർക്ക് ചെയ്യുന്നതാണ്. പിന്നെ അടുത്തതായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പവർ സോക്കറ്റാണ്. 240 വോൾട്ട് നമ്മൾ ഡയറക്റ്റ് AC കറണ്ടാണ് ഇവിടെ കൊടുക്കുന്നത്. അകത്താണ് ഇതിൻ്റെ ഒരു പവർ സപ്ലൈ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു RC സോക്കറ്റ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അത് യൂസ് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഈ കാണുന്ന ഭാഗത്തായിട്ട് നമ്മൾ അകത്ത് നിന്ന് ഈ ഒരു രീതിയിൽ കൊടുക്കും. നമുക്കിതിന് എർത്തിൻ്റെ ആവശ്യം വരുന്നില്ല. വേണമെങ്കിൽ ഒരു ഓപ്ഷൻ കൊടുക്കാമെന്നുള്ളതേ ഉള്ളൂ. ഞാൻ എർത്തിൻ്റെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് വരുന്നത്. അത് നമുക്കൊന്ന് പിടിപ്പിച്ച് വയ്ക്കാം. അപ്പോൾ ഇവിടെ ബ്ലാക്ക് സ്ക്രൂ ഉപയോഗിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഞാനത് അന്വേഷിച്ച് നടന്നിട്ട് എനിക്ക് കുറേ കടയിൽ കിട്ടില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ട്രിവാൻഡ്രത്തൊരു കടയുണ്ട്, പൊടിപ്പിരി അണ്ണാച്ചി എന്ന് പറയുന്ന ഒരു പുള്ളിയുടെ കടയാണ്. ആ കടയുടെ ഓണറിനെ അങ്ങനെയാണ് എല്ലാവരും വിളിക്കുന്നത്. അപ്പോൾ അവിടെ പോയി സാധനം വാങ്ങിക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. സാധനം അവിടെ ഉണ്ട്, പക്ഷെ പുള്ളി തരത്തില്ല. കാര്യം പുള്ളിക്ക് അത് എടുത്തു തരാനുള്ള സമയമില്ലെന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ പിന്നെ അതങ്ങ് ഒഴിവാക്കി. കാര്യം ഈ ഒരു ഇത്രയും സമയം കളയാൻ എനിക്കുമില്ല സത്യം പറഞ്ഞാൽ. ജസ്റ്റ് നമ്മൾ സ്ഥിരമായിട്ട് സാധനം എടുക്കുന്ന
നമ്മളെ ബന്ധുക്കളൊക്കെ വർക്കിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി സാധനങ്ങൾ എടുക്കുന്ന കടയാണ്. അപ്പോൾ ഞാനൊരു സാധനം പോയി ചോദിച്ചപ്പോൾ പുള്ളിക്കത് തരാനായിട്ട് പുള്ളിക്ക് ഞാനൊരു 3 ഡസനാണ് ചോദിച്ചത്. 3 ഡസൻ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, അത്യാവശ്യം അലങ്കി സ്ക്രൂ M3 എന്ന് പറയുന്ന സ്ക്രൂ ആണ്. അലങ്കി സ്ക്രൂ ആണ്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. പക്ഷേ പുള്ളിക്ക് അത് എടുത്ത് തരാൻ സമയമില്ലെന്ന് പറഞ്ഞ്. ഞാൻ 4-5 പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട്. പക്ഷേ ആർക്കും അത് തരാനുള്ളൊരു മനസ്സ് കാണിക്കുന്നില്ല അവർ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാനതങ്ങ് ഒഴിവാക്കി. ഇനി എവിടെയെങ്കിലും കിട്ടുന്ന സമയത്ത് ഞാനത് കളക്ട് ചെയ്ത് വയ്ക്കും. അപ്പോൾ ഇപ്പം നമ്മൾ ഇവിടെ നോർമൽ സാധാ സ്ക്രൂ ആണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് സഹകരിക്കുക, എല്ലാവരും സഹകരിക്കുക. പല ആൾക്കാരും കമൻറ്റ് ചെയ്യുന്നുണ്ട്. സ്ക്രൂ കിട്ടാത്തതുകൊണ്ടാണ്. ഓൺലൈൻ എവിടെയെങ്കിലും കിട്ടുന്ന സമയത്ത് ഞാൻ പർച്ചേസ് ചെയ്ത് വയ്ക്കാം. അല്ല, നിങ്ങൾക്ക് എവിടെയെങ്കിലും ആ M3 എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്ക്രൂ എവിടെയെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക, കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അല്ലെങ്കിൽ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ദേഷ്യമുള്ള കുറേ പേരുണ്ട്, സ്നേഹമുള്ള കുറേ പേരുണ്ട്. അപ്പം ചീത്ത വിളിക്കുന്നതിന് വേണ്ടി, ദേഷ്യപ്പെടുന്നതിന് വേണ്ടി, വഴക്ക് പറയുന്നതിന് വേണ്ടി എല്ലാവർക്കും എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആ ഒരു RC സോക്കറ്റ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ സ്ക്രൂ, ഞാൻ പറഞ്ഞ സ്ക്രൂ. ഇവിടെ നമ്മൾ ബ്ലാക്ക് അലങ്കി സ്ക്രൂ ആണ് ഉപയോഗിക്കാനായിട്ട്, M3 എന്ന് പറഞ്ഞ സ്ക്രൂ ആണ് ഉപയോഗിക്കാനായിട്ട് നിന്നത്. പക്ഷേ നമുക്ക്, ഞാൻ പറഞ്ഞ പോലെ, ഇവിടെ വേറെ ഒരു കടകളിലില്ല. ആ ഒരു കടയിൽ മാത്രമേ സാധനം കിട്ടുന്നുള്ളൂ. കറക്റ്റ് ഫിനിഷിംഗ് ആയിട്ടുള്ള കറക്റ്റ് ക്വാളിറ്റി ഉള്ള സാധനം ആ കടയിലേ ഉള്ളൂ. പക്ഷേ കടയിൽ നിന്ന് അവർ തരുന്നില്ല, അവർക്ക് തരാനുള്ള സമയമില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അത് കുഴപ്പമില്ല. നമുക്ക് എവിടെയെങ്കിലും ആ സ്ക്രൂ സംഘടിപ്പിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞാൽ ആരെങ്കിലും സ്ക്രൂ അറിയാവുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സഹായിക്കാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് സ്ക്രൂ എനിക്ക് സംഘടിപ്പിച്ച് തരണം. പിന്നെ വരുന്നത് ഈ ഒരു സാധനമാണ്. ഇത് പുഷ് സ്വിച്ചാണ്. 12 വോൾട്ടിൽ നമുക്ക് വർക്ക് ചെയ്യുന്ന ഒരു ലൈറ്റ്, ഇവിടെ റിംഗ് ലൈറ്റ് ഇങ്ങനെ വരും. ആ സ്വിച്ചാണ്. അപ്പോൾ നമ്മൾ ആ സ്വിച്ച് കൊടുക്കുന്ന ഈ ഭാഗത്തായിട്ട്, ഈ പുറകെ സൈഡിൽ ഇങ്ങനെ ആണ് കൊടുക്കുന്നത്. ജസ്റ്റ് അത് ജസ്റ്റ് ഒന്ന് ഓണാക്കി വയ്ക്കുക എന്നുള്ളതാണ്. പിന്നെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരിത് കളിക്കാതിരിക്കാൻ വേണ്ടി ഇത് ഓഫ് ചെയ്തിടാം. ആ ഒരു യൂസ് മാത്രമേ വരുന്നുള്ളൂ. അല്ലാതെ ഇതിന് സ്വിച്ച് വരേണ്ട ഒരു ആവശ്യമില്ല. കാര്യം ഷട്ട് ഡൗൺ ആണ് നമ്മളിത് ചെയ്യണത്. ഷട്ട് ഡൗൺ ചെയ്യണം. കമ്പ്യൂട്ടറിൽ എങ്ങനെയാണ് ഷട്ട് ഡൗൺ ചെയ്യുന്നത് അതുപോലെയാണ് ഇതിനകത്ത് നമ്മൾ ഷട്ട് ഡൗൺ ചെയ്തിട്ടാണ് ഇത് ഓഫ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് സ്വിച്ചായിട്ട് നമുക്ക് കൊടുക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ആ ഒരു സ്വിച്ച് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് സ്വിച്ച്, പുഷ് സ്വിച്ചാണ്. അപ്പോൾ അത് സെറ്റ് ചെയ്തു. അപ്പോൾ ഇതിനകത്തുനിന്ന് നോക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് വരുന്നത്. ഇവിടെ സ്വിച്ചാണ്. കാര്യം ഇവിടെ നമ്മൾ DC വോൾട്ടാണ്, ഒരു 5 വോൾട്ടാണ് കൊടുക്കുന്നത്. ആ 5 വോൾട്ട് നേരെ ടൈപ്പ് C കേബിൾ വഴി നേരെ റാസ്ബെറിയിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പവർ സോക്കറ്റ് ഇവിടെ കൊടുക്കുന്ന സമയത്ത് പവർ സപ്ലൈ ഇവിടെ ഓൺ ആയിരിക്കും. നമ്മൾ സ്വിച്ച് ഇടുന്ന സമയത്തായിരിക്കും ഇത് ഓൺ. കാര്യം ഇത് നമ്മൾ എപ്പോഴും ഓഫ് ചെയ്യുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, എപ്പോഴും ഓഫ് ചെയ്യുന്ന ഒരു ആവശ്യം വരുന്നില്ല ഇവിടെ. അതുകൊണ്ടാണ് നമ്മൾ ആ രീതി ചെയ്ത്. അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ബാക്ക് സൈഡിൽ നമുക്കൊരു AC സ്വിച്ച് കൊടുക്കാമായിരുന്നു. അത് കൊടുത്താലും വൃത്തികേടാണ്. അതുകൊണ്ടാണ് ഞാനത് കൊടുക്കാത്ത. പിന്നെ വരുന്നത് ഇവിടെ ഒരു ഫാൻ വരുന്നുണ്ട്. കൂളിംഗ് ഫാനാണ്. 5 വോൾട്ടിൽ ഇറങ്ങുന്ന ചെറിയ കൂളിംഗ് ഫാനാണ് വരുന്നത്. ഇവിടെ AC സോക്കറ്റും വരുന്നുണ്ട്. ഇവിടെ RC സോക്കറ്റാണ് വരുന്നത്. ഇവിടെ റാസ്ബെറി പൈ, ഇത്രയും സംഭവമാണ് ഇവിടെ വരുന്നത്. പിന്നെ വരുന്ന ഡിസ്പ്ലേ, ഇത് ഇതിനകത്തുള്ള ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേയുടെ പുറകെ സൈഡ് DSI പോർട്ട് ഡിസ്പ്ലേ ആണ് വരുന്നത്. ആ ഒരു ഡിസ്പ്ലേ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഡ്രൈവർ ഇല്ലാതെ നമുക്ക് റാസ്ബെറിയിൽ നിന്ന് ഔട്ട് എടുത്ത് ഇതിലോട്ട് കൊടുത്താൽ മാത്രം മതി. സ്ട്രിപ്പാണ്, 15 പിന്ന് ഔട്ടുള്ള സ്ട്രിപ്പാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ ഈസി ആയിട്ടുള്ള സംഭവമാണ് ഇത്രയും കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇത്രയും ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത്രയും മാത്രമാണ് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് അടുത്ത സംഭവം കാണാം. അവിടെ നമ്മൾ അടുത്ത് യൂസ് ചെയ്യാൻ പോകുന്നത് ടെസ്റ്റിംഗ് ആണ്. ടെസ്റ്റിംഗ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ഈ ഒരു റോട്ടറി എൻകോഡർ നമ്മളിതിൽ കൊടുക്കണം. അപ്പോൾ ഇതിനകത്ത് 5 ഔട്ട് വരുന്നുണ്ട്. 5 ഔട്ട് നമ്മൾ റാസ്ബെറി ആയിട്ട് കണക്ട് ചെയ്ത് ഇത് വർക്കിംഗ് ആണോ അല്ലയോ എന്നുള്ളത് നോക്കണം. അത് പ്ലഗിൻ അവൈലബിൾ ആണ്. പ്ലഗിൻ വെച്ച് നമ്മളിത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാനോ പോലെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.